ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം. ഇത് പാടില്ല. ഒരു കാരണവശാലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇയ്യാകും വല്ലന്ന, നിങ്ങൾക്കൊരിക്കലും എന്തുണ്ടാവരുത്? വിചാരമുണ്ടാവരുത്. ഭാവന എന്ന് പറഞ്ഞാല് എന്താ പറയാ? വിചാരം അല്ലേ? സംശയം. സംശയമുണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് സംശയമുണ്ടാവാൻ പാടില്ല. സംശയം എന്നുള്ളത് അത് പച്ചക്കള്ളമാണ്, അത് നുണയാണ്. സംശയം എന്നുള്ളത് നുണയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഭർത്താവ് ഫോണും എടുത്ത് കുറച്ചപ്പുറത്ത് പോയി ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോ ഇപ്പുറത്ത് നിന്ന് ഭാര്യ സംശയിക്കാണ്, ആരോടോ ചാറ്റ് ചെയ്യാണ്. തെറ്റാണ്. അങ്ങനെ ചിന്തിക്കുന്നത് ഹറാമാണ്. അതേപോലെ തന്നെ ഭാര്യ അപ്പുറത്ത് നിന്ന് ആരോടെങ്കിലും സംസാരിക്കുന്നത് ഒരു പക്ഷേ ആങ്ങളെയാവാം, ഉമ്മയാവാം, കൂടെ പഠിച്ച ഏതെങ്കിലും ഒരു പെൺകുട്ടിയാവാം, ചങ്ങാതിമാരാവാം, കസിൻസ് ആവാം. ഏതായാലും അവരുടെ ഏതെങ്കിലും ഒരു ചങ്ങാതിയോട് സംസാരിക്കുമ്പോ ഭർത്താവ് ഇപ്പുറത്ത് നിന്ന് സംശയിക്കുക, അവൾ വേറെ ഏതോ ആൺകുട്ടികളോട് ചാറ്റ് ചെയ്യാണ്. അങ്ങനെയൊക്കെ ഡൗട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടാവുക. എന്നിട്ട് ഭർത്താവ് ഭാര്യയുടെ ഫോൺ ചെക്ക് ചെയ്യുക, ഭാര്യ ഭർത്താവിന്റെ ഫോൺ ചെക്ക് ചെയ്യുക. ഇതൊക്കെ തെറ്റാണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഓരോ ആളുകൾക്കും ഓരോ പേഴ്സണൽ വ്യക്തിത്വങ്ങളുണ്ട്. ഓരോ ആളുകൾക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, വ്യക്തിത്വമുണ്ട്, ഒരു പ്രൈവസി ഉണ്ട്, സ്വകാര്യത. നമ്മൾ ഭാര്യമാരുടെ ഫോൺ ചെക്ക് ചെയ്യാൻ പാടില്ല, അത് അവരുടെ സ്വകാര്യതയാണ്. നമ്മുടെ ഫോൺ ഭാര്യമാരും ചെക്ക് ചെയ്യാൻ പാടില്ല, അത് നമ്മുടെ സ്വകാര്യത. ഇങ്ങനെ ഭർത്താവിന്റെ ഫോൺ, ഭർത്താവ് വീട്ടിലെത്തിയാൽ ഭർത്താവിന്റെ ഫോൺ എടുത്തിട്ട് ഭർത്താവിന്റെ വാട്സപ്പ് ഒക്കെ നോക്കുക, ആരോടെങ്കിലും ചാറ്റ് ചെയ്തിട്ടുണ്ടോ, ഭർത്താവിന്റെ ഫേസ്ബുക്ക് നോക്കുക, ടെക്സ്റ്റ് മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, ഭർത്താവിന്റെ ഗാലറി, ഭർത്താവിന്റെ ഫോൺ റെക്കോർഡ്. അങ്ങനെയൊക്കെ എത്ര ഭാര്യമാരുണ്ട്. വീട്ടിലെത്തിയ പണി ഭർത്താവിന്റെ ഫോൺ ചെക്ക് ചെയ്യുക. സംശയ രോഗികളായ ഭാര്യമാർ. അതേപോലെ ചില ഭാര്യമാർ, ഭർത്താക്കന്മാരുണ്ട്, ഭാര്യയുടെ ഫോൺ എടുത്തിട്ട് ഫുൾ ഹിസ്റ്ററി ചെക്ക് ചെയ്യുക, അവൾ ആർക്കൊക്കെ വിളിച്ചിട്ടുണ്ട്, അവരുടെ ടെക്സ്റ്റ് മെസ്സേജുകൾ നോക്കുക.